ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഏലപ്പാറ തണ്ണിക്കാനത്ത് തെരുവുനായ ശല്യം രൂക്ഷം. 2 കുട്ടികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്ക്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഡെക്കാസ ഇലക്ട്രിക്കൽസ്, ITA ജംഗ്ഷൻ, കട്ടപ്പന. ഏലപ്പാറ തണ്ണിക്കാനത്ത് തെരുവുനായ ശല്യം രൂക്ഷം. കാൽനട യാത്രക്കാർക്ക് ഭീഷണി നേരിടുന്ന വിധത്തിലാണ് തെരുവുനായ്ക്കളുടെ വിഹാരം. വാഹനയാത്രക്കാർക്കും ഇത് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. 2 കുട്ടികൾക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഇവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഏലപ്പാറ പഞ്ചായത്തിൽ തണ്ണിക്കാനം വാർഡിൽ നിരവധി തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ തന്നെ 2 കുഞ്ഞുങ്ങളെ പട്ടി കടിക്കുകയും ഇവരെയും കൊണ്ട് പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സ തേടിയും വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഇവിടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ സാധാരണ തോട്ടം മേഖലയിൽ ആൾക്കാരാണ് കൂടുതലും ജീവിക്കുന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ ഈ റോഡിൽ കൂടി നടക്കുമ്പോൾ തന്നെ പേപ്പട്ടി ശല്യം വർദ്ധിക്കുകയും ഇവരെ കുഞ്ഞുങ്ങളെ ഒത്തിരി തുരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ഏലപ്പാറ ടൗണിൽ രാവിലെ നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും തോട്ടം തൊഴിലാളികളും കടന്നുപോകുന്ന ഭാഗത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് നായ്ക്കൾ ഇവിടെ അലഞ്ഞു നടക്കുന്നത്. കൂട്ടത്തോടെ വരുന്ന നായ്ക്കൾ ആക്രമിക്കാൻ മുതിരുന്നതാണ് ഭയപ്പെടുത്തുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പുറകെ നായ്ക്കൾ ചാടുന്നത് പതിവാണ്. പലരും തലനാഴിലേക്കാണ് രക്ഷപ്പെടുന്നത്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഡെക്കാസയിലൂടെ. ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം. ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ, കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസ്. ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ്, മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ, ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് GI ഫിറ്റിംഗ്സ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഡെക്കാസ ഇലക്ട്രിക്കൽസ്, ITA ജംഗ്ഷൻ, കട്ടപ്പന.